എണ്ണിയാൽ തീരാത്ത അപ്പങ്ങളുടെ വിശേഷം പറയാനുണ്ട് കണ്ണൂരിന്. കണ്ടാൽ ഹൽവയാണോ എന്ന് ചോദിക്കും കണ്ണൂരിന്റെ സ്വന്തം കിണ്ണത്തപ്പത്തിന്റെ വിശേഷങ്ങൾ ഒന്ന് കാണാം. കണ്ണൂരിന്റെ ഭക്ഷണവിശേഷം പറയുമ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്നത് നോൺ വെജ് വിഭവങ്ങളുടെ കാര്യങ്ങളാണ്. എന്നാൽ അധികമാരും പറയാത്ത കണ്ണൂരിന്റെ ഒരു അപ്പ പെരുമയുണ്ട്. കണ്ണൂരപ്പം, കിണ്ണത്തപ്പം, കലത്തപ്പം, അങ്ങനെ പോകുന്നു അപ്പങ്ങളുടെ നില. ഇതിൽ കണ്ണൂരിന്റെ സ്വന്തം കിണ്ണത്തപ്പം മലബാറുകാരെല്ലാത്തവർ കണ്ടു കഴിഞ്ഞാൽ ഇത് കറുത്ത ഹൽവയല്ലേ എന്ന് ചോദിക്കുന്ന കണ്ണൂരിന്റെ സ്വന്തം കിണ്ണത്തപ്പം. അപ്പോൾ ആ കിണ്ണത്തപ്പത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ എരഞ്ഞോളിയിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള അക്ഷയ സ്വീറ്റ്സിലാണ്. ഇവിടെയാണ് 10-30 വർഷമായിട്ട് നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം കിണ്ണത്തപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്ഷയ സ്വീറ്റ്സിൻ്റെ ഉടമ ദാസേട്ടൻ്റെ മകൻ സുധീഷേട്ടനും ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ കിണ്ണത്തപ്പ വിശേഷങ്ങൾ നമുക്കിന്ന് ഇവർ പറഞ്ഞു തരും. നമ്മളെ കണ്ണൂർ മാത്രം കിട്ടുന്ന അപ്പമാണ് കിണ്ണത്തപ്പം. ഈ കിണ്ണത്തപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കും. പ്രത്യേകത തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന സാധനമാണ്. 10-30 വർഷമായിട്ട് ഉണ്ടാക്കി ഇപ്പോൾ ഇവിടെ എക്സ്പേർട്ടായി. 10-30 വർഷത്തിൽ വന്നാൽ ഇങ്ങനെയാണ്, ഇപ്പം ഇങ്ങനെയുണ്ട്. സാധാരണഗതിയിൽ കിണ്ണത്തപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. 4-5 മണിക്കൂർ ഒരുപാട് ആളുകൾ ചേർന്നിട്ട് ഒരു ചെറിയ ആഘോഷമൊക്കെ ആയിട്ട് പാട്ടൊക്കെ പാടി മാറി ഇതൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് അങ്ങനെയൊക്കെയാണ് കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇന്നൊരു ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ദാസേട്ടൻ്റെ മകൻ സുധീഷേട്ടൻ. ഞാൻ പറഞ്ഞതുപോലെ ഇത് ചില്ലറ പരിപാടിയല്ല. 4-5 മണിക്കൂർ എടുത്തിട്ടാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണ് എന്ന് സുധീഷേട്ടൻ പറഞ്ഞു തരും. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തേങ്ങ ചിരവലാണ്. നല്ല തേങ്ങ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ തേങ്ങ ചിരവി മാറ്റുക ഈ മിഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ചെറിയ തേങ്ങയുണ്ടല്ലോ, ഈ ചെറിയ തേങ്ങ ഇതിലിട്ടാണ് നമ്മൾ പാലാക്കി മാറ്റുന്നത്. നമ്മൾ ഈ ഉരുളിയിലേക്ക് ആദ്യം ചേരുവ ചേരുന്നത് വെല്ലമാണ്, ശർക്കര എന്ന് പറയും. ആ വെല്ലം ഉരുക്കിയ ശേഷമാണ് അരിച്ച് ശേഷം ഇതിലോട്ട് ഒഴിക്കും. പിന്നെ ഇതിലോട്ട് ഒഴിക്കുന്ന വെളിച്ചെണ്ണയാണ്. അതിൽ ഇനി വരുന്നത് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ. ഇതിൽ ഇനിയിപ്പോൾ നമ്മൾ ചേർക്കേണ്ട ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതിൽ കടലപ്പരിപ്പ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്താൻ പോകുന്നതാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്താ ഇതിപ്പോൾ നമ്മൾ ആദ്യം ഒന്നാം പാൽ കൊടുത്തല്ലോ. ഒന്നാം പാൽ കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾ കടലപ്പരിപ്പ് ഇതിലോട്ട് ഇടുക. പരിപ്പിട്ട് 1-2 മണിക്കൂറായിട്ട് അതിങ്ങനെ വെന്ത് വരികയാണ്. ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി പാകമായി വന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പാത്രത്തിലേക്ക് മാറ്റണം. ഇതാണ് കിണ്ണത്തപ്പത്തിൻ്റെ കിണ്ണം. അപ്പോൾ ഇതിലേക്കാണ് ഈ ഒരു കൂട്ട് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഇവിടെ നെയ്യ് ഇതിലേക്ക് പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. കിണ്ണത്തപ്പം എല്ലാവരും കണ്ണൂർ വന്നിട്ട് തന്നെ കഴിച്ചു നോക്കുക. കണ്ണൂരുകാരുടെ കല്യാണത്തിലും മറ്റ് സൽക്കാരങ്ങളിലും ഒന്നും കിണ്ണത്തപ്പം ഒഴിച്ചിട്ടുള്ള ഒരു പരിപാടിയുമില്ല. അപ്പോൾ ഇതാണ് കണ്ണൂരിൻ്റെ മധുരവിശേഷം. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് റിപ്പോർട്ടർ തുഷാര പ്രമോദ്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.